ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 49. എനിക്ക് സമ്മതമല്ല, ഒരിക്കലും സമ്മതമല്ല. വൈശാഖിയുടെ കാര്യത്തിൽ ഞാൻ കാരണം ഉണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ ഞാൻ തന്നെ മാറ്റിക്കോളാം. അല്ലാതെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇതെവിടുത്തെ ന്യായമാ? മഹാദേവന് ദേഷ്യം വന്നു, ശരിക്കും ദേഷ്യം വന്നു. അതവൻ്റെ സംസാരത്തിൽ പ്രകടമാവുകയും ചെയ്തിരുന്നു. നീ എങ്ങനെ മാറ്റുമെന്നാണ് ഈ പറയുന്നത് ദേവ? പത്മാവതി ഉടനടി മറുചോദ്യം എടുത്തിട്ടു, അതും ദേഷ്യത്തോടെ. അതെങ്ങനെയെങ്കിലും ഞാൻ മാറ്റിക്കോളാം. എല്ലാവരോടും അത് കൊട്ടിഘോഷിക്കേണ്ടതിൻ്റെ ആവശ്യമില്ലല്ലോ. പറച്ചിലിനോടൊപ്പം തന്നെ തനിക്കെതിരായി കസേരയിലിരിക്കുന്ന വൈശാഖിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കുവാനും ദേവൻ മറന്നില്ല എന്നതാണ് സത്യം. അവൾ അപ്പോൾ തന്നെ പരവേശത്തോടെ മുൻപിലിരിക്കുന്ന പാത്രത്തിലേക്ക് മുഖം പൂഴ്ത്തി. പക്ഷേ ഒരു വറ്റുപോലും കഴിക്കാൻ അവളെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ആ നേരം. തന്നെ ചൊല്ലിയാണ് കുടുംബത്തിൽ ഈ വഴക്ക് നടക്കുന്നുവെന്ന് അറിയുമ്പോൾ അവൾക്കെങ്ങനെ മനസ്സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാനാവും? ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകളൊന്നും ഒരിക്കലും മാറത്തില്ല. അതിനി നീ എത്ര തലകുത്തി നിന്നാലും ശരി, ഇതൊരു പെങ്കൊച്ചിൻ്റെ ഭാവിയാണ്. അത്ര പെട്ടെന്നൊന്നും നിന്നെ കൊണ്ട് കൈ കഴുകാനൊക്കത്തില്ല. പത്മാവതി വീണ്ടും ഉറപ്പോടെ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇത്രയ്ക്കും വലിയ ആനപ്രശ്നം എന്ത് നടന്നെന്നാ ബോണ്ടായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ ആ സംസാരം തുടരുവാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഒരു കല്യാണം എന്നത് ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടില്ലാത്ത അവന് ഇതൊക്കെ ദഹിക്കുന്നതെങ്ങനെ? ഇതാ ഞാൻ പറഞ്ഞേ, ഇത്രയും നേരമായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവൻ്റെ തലയിലോട്ട് കയറിയിട്ടില്ലെന്ന്. അതെങ്ങനെയാ? വിട്ടുപോത്തിൻ്റെ മുമ്പിൽ ചെന്ന് വേദം ഒതുവിട്ട് വല്ല പ്രയോജനമുണ്ടോ? പത്മാവതി പാത്രത്തിലിരിക്കുന്ന കഞ്ഞി പതിയെ കോരി കുടിക്കാനായി തുടങ്ങി. എല്ലാം കണ്ണും കേട്ടും ശ്രദ്ധിച്ചു ഇരുന്നൊരാ പെണ്ണിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഭാസ്കരൻ ഇതിനിടയിൽ ശ്രദ്ധിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടാവാം ഇനിയുള്ള സംസാരം. അമ്മയുടെയും മകൻ്റെയും സംസാരം വൈശാഖിയെ സങ്കടപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിയതും ബാലു പെട്ടെന്ന് ഒച്ചയെടുത്തു. അതെന്തായാലും കാര്യമായി. പിന്നീട് ആ ബെഡ് ഡൈനിങ് റൂം നിശബ്ദമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞ വൈശാഖിക്ക് അതൊരു ആശ്വാസമായിരുന്നു. അവൾ വേഗത്തിൽ പാത്രത്തിലിരുന്ന കഞ്ഞി കോരി കുടിച്ചു. എന്നിട്ട് കൈയും കഴുകി വേഗത്തിൽ തന്നെ സ്വന്തം മുറിയിലേക്ക് നടന്നുപോയി. പാവം കൊച്ച്. അവൾ പോണ വഴിയെ നോക്കി ലക്ഷ്മി വേദനയോടെ പിറുപിറുത്തു. മഹാദേവൻ അത് കേട്ടിട്ടും കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തൻ്റെ ഭക്ഷണം കഴിക്കൽ തുടർന്നുകൊണ്ടിരുന്നു. അതൊന്നും സംഭവിക്കാത്ത രീതിയിൽ. സാറിനെ എനിക്ക് മറക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇനി ഒരിക്കലും സാറിനെ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞ് ശല്യപ്പെടുത്തില്ല. എൻ്റെ ഇഷ്ടം എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. കാരണം ഈ വീട്ടിലെല്ലാവരും എല്ലാവരുടെയും സ്നേഹം അനുഭവിച്ച് ഇനിയും കുറച്ച് നാളുകൾ കൂടി എനിക്ക് ജീവിക്കണമെന്നുണ്ട്. ദീപക്കിനെ പേടിക്കാതെ മനസമാധാനത്തോടെ ഉറങ്ങണമെന്നുണ്ട്. ഒറ്റപ്പെടാൻ ഇനിയും വയ്യ. അതേസമയം ബെഡിൽ കയറി കിടന്നവളുടെ മനസ്സിലായ ചിന്തകൾ അങ്ങനെ കാട് കയറുകയായിരുന്നു. പിറ്റേ ദിവസം ബാലുവിൻ്റെ കൂടെയാണ് വൈശാഖി കോളേജിലേക്ക് പോയത്. വീട്ടുകാരും അതിനെതിര് പറഞ്ഞതുമില്ല. അവളുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് അവരും വിചാരിച്ചു കാണും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും വൈശുവിൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അന്ന് മഹാദേവനെക്കാട്ടിലും മുൻപേ തന്നെ ബാലുവും വൈശുവും വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിരുന്നു. വൈശാഖി എവിടെയമ്മേ? അവൾ നേരത്തെ പോയെന്നറിയാതെ മഹാദേവൻ മുറ്റത്ത് നിന്ന ലക്ഷ്മിയോട് തിരക്കി. അവൾ നിൻ്റെ അച്ഛൻ്റെ കൂടെ പോയി ദേവാ. യാതൊരു ഭാവഭേദവും കൂടാതെ ലക്ഷ്മി പറഞ്ഞതും മഹാദേവൻ്റെ നെറ്റിയൊന്ന് ചുളുങ്ങി. മകൻ്റെ മുഖത്തെ മാറ്റങ്ങൾ ലക്ഷ്മി ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ആ, ഒന്ന് മൂളിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തവൻ എന്നിട്ട് വീടിൻ്റെ ഗേറ്റും കടന്ന് മുന്നോട്ടേക്ക് പായിച്ചു. അവൾ എന്നും എൻ്റെ കൂടെ ആയിരുന്നല്ലോ വന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇതെന്തു പറ്റി? ഇന്നലെ സ്റ്റാഫ് റൂമിൽ നടന്ന് അറിഞ്ഞുകൊണ്ടുള്ള പിണക്കമായിരിക്കുമോ ഇനി? വണ്ടി ഓടിക്കുന്നതിനിടയിൽ മഹാദേവൻ അതാണ് ചിന്തിച്ചത്. ഷേ, മോശമായിപ്പോയി. ബോണ്ട പറഞ്ഞതുപോലെ ഞാൻ കാരണം അവൾക്ക് ഇനി കോളേജ് വല്ല ചീത്തപ്പേരും ഉണ്ടാവുമോ? എത്രക്ക് പറഞ്ഞാലും ഒരു പെങ്കൊച്ചല്ലേ. ദേവന് ചെറിയ രീതിയിൽ ആശങ്ക തോന്നി തുടങ്ങിയിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആവണം എന്നും എൻ്റെ കൂടെ വരുന്നവൾ അച്ഛൻ്റെ കൂടെ കോളേജിലേക്ക് പോയത്. ഈ പ്രശ്നം എങ്ങനെയൊന്ന് അവസാനിപ്പിക്കും? എന്ത് ചെയ്താലാണ് എല്ലാം ഒന്ന് ശരിയായിട്ട് വരുന്നേ? ഓരോന്നും ചിന്തിച്ചുകൊണ്ട് വളരെ വേഗത്തിലാണ് മഹാദേവൻ വണ്ടി ഓടിച്ചത്. കോളേജ് പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയപ്പോൾ തന്നെ കണ്ടു ഇത്തിരി അകന്നു മാറി ബുള്ളറ്റിന് ചുറ്റും കൂടി നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പഞ്ചപാണ്ഡവ പടകളെ. കൂട്ടത്തിൽ വൈശാഖിയുടെ മുഖം മാത്രം മ്ലാനമാണ്. പെണ്ണ് അച്ഛൻ്റെ തോളിൽ തലയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ജോബിനും നിർമ്മലും റോസും കൂടി
എന്തൊക്കെയോ അവളോട് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഉത്തരം പറയുന്ന അച്ഛനാണ്. എല്ലാവരെയും ഒരു വട്ടം കൂടി ഒന്ന് നോക്കിയിട്ട് മഹാദേവൻ കാറിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് വണ്ടി ലോക്ക് ചെയ്തിട്ട് നേരെ സ്റ്റെപ്പുകൾ കയറി ഹിസ്റ്ററി ബ്ലോക്കിന് നേർക്ക് നടന്നു. ഇതിനൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന എങ്ങനെയാ വൈശു? ചോദിക്കുന്നവരൊക്കെ അങ്ങോട്ട് ചോദിക്കട്ടെ, നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. ബാലു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. കൂടെ ബാക്കിയുള്ളവരും. തന്നെ കാണുമ്പോഴുള്ള ഇതുവരെ ഇല്ലാത്ത തുറച്ചു നോട്ടങ്ങളും കുട്ടികളുടെ തമ്മിലുള്ള സംസാരവും ഒക്കെ തന്നെ പെറുതിയാണെന്നുള്ള കാര്യം വൈശാഖിക്ക് ആരും പറയാതെ തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും വന്ന് ചോദിച്ചാൽ തന്നെ സാറ് പറഞ്ഞൊക്കെ സത്യമാണെന്ന് നീ അങ്ങ് പറഞ്ഞേക്ക്. അല്ല പിന്നെ. റോസ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. വൈശു അവളെ നോക്കി സങ്കടത്തിൽ പൊതിഞ്ഞ ഒരു പുഞ്ചിരി നൽകിയതല്ലാതെ മറുപടിയൊന്നും നൽകിയില്ല. ഒരു സാറും സ്റ്റുഡൻറ്റും കല്യാണം കഴിക്കാൻ പോകുന്നെന്നുള്ള കാര്യം ഈ ലോകത്ത് ആദ്യമായിട്ടൊന്നും നടക്കുന്ന സംഭവമല്ല. നീ വെറുതെ ചുമ്മാ ടെൻഷൻ അടിക്കാതെ വൈശാഖി. ജോബിനും അവളുടെ കൂടെ നിന്നു. അമ്മായിയപ്പൻ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കുമ്പോൾ നീ എന്തിനാ മരുമോളെ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? നിർമ്മലിൻ്റെ കൗണ്ടർ പുറകെ എത്തി. എന്തോ വൈശാഖി അത് കേട്ടതും സ്വയം അറിയാതെ തന്നെ ചിരിച്ചുപോയി. അവളുടെ പൊടുന്നനെയുള്ള ചിരിയിൽ സമാധാനം കണ്ടെത്തിയ ആ കൂട്ടുകാർ വൈശാഖിയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മെല്ലെ ക്ലാസ്സിലേക്ക് നടന്നു. ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല ശേഖർ. ദീപക്കിന് നേരെ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് വൈശാഖി ഇവിടെ എത്തണം. ബാക്കി കാര്യങ്ങൾ അവളിവിടെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എടുത്തുചാട്ടം വേണ്ട. ദീപക്കിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന തങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ VIP മുറിയുടെ മൂലയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആഡംബര സെറ്റിയിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്നു നന്ദിത. അവരുടെ അരികിലായി ഭർത്താവ് രാജശേഖരനും ഉണ്ടായിരുന്നു. ഒന്നും വേണ്ട മാഡം, വൈശാഖിയുടെ അറിവോടെ ആയിരിക്കില്ല ഇതൊന്നും നടന്നത്. അയാൾ ആ ബാലഭാസ്കരനാണ് മാഡം. അല്ലെങ്കിൽ കോളേജിൽ ചെന്ന് വൈശാഖിയോട് ഞാനൊന്ന് സംസാരിച്ചെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ അയാൾ ചെയ്യുമോ? പ്ലാസ്റ്റർ ഇട്ട ഇടത്തെ കൈയിലേക്കും വളത്തെ കാലിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ദീപക്ക് കണ്ണു നിറച്ചു. ഉള്ളിൽ ഗൂഢമായ ലക്ഷ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്. നീ വിഷമിപ്പിക്കേണ്ട ദീപക്, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. തന്നിഷ്ടത്തിന് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോഴേ ഞാൻ ഓർത്തതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൾ ഉണ്ടാക്കി വെക്കുമെന്ന്. ഇനി നീ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. രാജശേഖരൻ്റെ മുഖം കടുത്തു. ദീപക് അവളോട് മിണ്ടിയാൽ അങ്ങേർക്ക് എന്താ? വൈശാഖി ആരോടൊക്കെ മിണ്ടണമെന്ന് തീരുമാനിക്കാൻ അയാൾ ആരാ? നന്ദിതയുടെ കണ്ണുകൾ എരിഞ്ഞു. ചിലപ്പോൾ ഞാൻ അവളെ ശല്യപ്പെടുത്താൻ ചെന്നെന്ന് കരുതിയിട്ടുണ്ടാവും മാഡം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നന്ദിതയും രാജശേഖരനെ ഒന്ന് പാളി നോക്കിയിട്ട് ദീപക് അയ്യോ പാവം അഭിനയിച്ചു. മുൻപിലിരിക്കുന്നത് ബാംഗ്ലൂർ പേരുകേട്ട മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഉടമകളാണ്. കോടികൾ ആസ്തിയുള്ള ഡോക്ടർമാരാണ്. പോരാത്തതിന് ഒറ്റ മകളും. നേരെ ചൊവ്വെ പോയി അവരുടെ മകളെ ചോദിച്ചാൽ തന്നെ പോലൊരു ജൂനിയർ ഡോക്ടറിനെ അവൾ ആട്ടിയിറക്കും. പക്ഷെ ഇങ്ങനെ പോയാൽ, ഇതുപോലെ വിശ്വസ്ത കൈവിട്ടിയാൽ, അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരെ പോലെയല്ല. മാഡവും സാറും ആദ്യം തൊട്ടേ തനിക്ക് ഇത്തിരി കൂടുതൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ തൻ്റെ മുത്തശ്ശനെ ഓർത്താവാം. തൻ്റെ മുത്തശ്ശൻ ഇവരുടെ കോളേജിലെ അനാട്ടമി പ്രൊഫസറായിരുന്നു. ആ സ്നേഹം ഇന്നും ഇവർക്ക് തന്നോടുണ്ട്. ദീപക് മനസ്സിലോർത്തു. എന്തു കാര്യം? രാജശേഖരൻ്റെ നെറ്റി സംശയത്താൽ ചൊളിഞ്ഞു. ആ ബാലഭാസ്കറിനൊരു മകനുണ്ട്, മഹാദേവൻ. അയാൾ ആ കോളേജിലെ ലെക്ചറാണ് സാർ. എനിക്ക് തോന്നുന്നത് ബാലഭാസ്കരൻ നമ്മുടെ വൈശാഖി അയാളുടെ മകന് വേണ്ടി നോക്കി വെച്ചിരിക്കുവാന്ന്. എൻ്റെ ഒരു സംശയം മാത്രമാണ് കേട്ടോ. കോടികൾ ആസ്തിയുള്ള ഒറ്റ മോളല്ലേ നമ്മുടെ വൈശാഖി. അവർക്ക് കിട്ടിയാൽ പുളിക്കുമോ? എരുതിയിൽ എണ്ണ ഒഴിച്ചതിൻ്റെ ആത്മസംതൃപ്തി ദീപക്കിൻ്റെ മുഖത്ത് പടർന്നു. ക്ലാസ് എടുക്കുന്നതിനിടയിലും പല പ്രാവശ്യം മഹാദേവൻ്റെ കണ്ണുകൾ വൈശാഖിയുടെ നേരെ നീണ്ടിയെന്നു. താൻ പഠിപ്പിക്കുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പെണ്ണ്. ഇടയ്ക്ക് നോട്ട്സും എഴുതുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. തന്നെയും വൈശാഖിയും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കള്ളക്കണ്ണിട്ട് നോക്കുന്ന ക്ലാസ്സിലെ കുട്ടികളെ. ആദ്യമൊന്ന് പതറിയെങ്കിലും യാതൊരു ഭാവഭേദങ്ങളും മുഖത്ത് കാട്ടാതെ ദേവൻ വളരെ നന്നായിട്ട് തന്നെ ക്ലാസ് എടുത്തു. എങ്കിലും അവൻ്റെ മനസ്സിൽ കുട്ടികളുടെ നോട്ടം ഒരു ചെറിയ കരടായിട്ട് അങ്ങനെ തന്നെ കിടന്നിരുന്നു. ബെല്ലടിച്ചതും മഹാദേവൻ ഒരു വട്ടം കൂടി വൈശാഖിയെ ഒന്ന് പാളി നോക്കിയിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പോയെന്ന് മനസ്സിലാക്കിയതും 1-2 കുട്ടികൾ അപ്പോൾ തന്നെ വൈശുവിൻ്റെ അരികിലേക്ക് പാഞ്ഞു ചെന്നു. കേട്ടത് ശരിയാണോ വൈശാഖി? നീയും നമ്മുടെ മഹാദേവൻ സാറും തമ്മിലുള്ള കെട്ടുറപ്പിച്ചതാണോ? ചോദ്യം ചോദിച്ച ദീപ്തിയുടെ മുഖത്ത് ആകാംക്ഷയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായ ആ ചോദ്യത്തിൽ വൈശു പരിഭ്രാന്തയായി. അടുത്തിരുന്ന റോസിൻ്റെ ഇടംകൈക്ക് മുകളിൽ അവളുടെ വലങ്കൈ ആദിയോടെ മുറുകി. ആണല്ലോ ദീപ്തി, എൻ്റെ മോനും
ഇവളും തമ്മിലുള്ള കെട്ട് ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന. എന്തേ, നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ കൊച്ചേ? പകരം മറുപടി പറഞ്ഞത് ഭാസ്കരനായിരുന്നു. ബാലു ചെന്ന് വൈശുവിൻ്റെ അരികിൽ ചെന്നിരുന്നു. എന്നിട്ട് ദീപ്തിയെ നോക്കി ചിരിച്ചു കാട്ടി. എന്തു പ്രശ്നം? ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല അല്ലേ? ബാലുവിൻ്റെ ആ മറുപടി പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവാം ദീപ്തി കൂടെ വന്നവളോട് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നും ധൃതിയിൽ തിരിഞ്ഞു നടന്ന് സ്വന്തം സീറ്റിൽ പോയിരുന്നത്. ഇങ്ങനെ പേടിയും വെപ്രാളവും കൊണ്ടിരുന്ന ഒരു കാര്യവും നടക്കില്ല. നീ ഇനിയും 3 വർഷം കൂടി ഇവിടെ പഠിക്കേണ്ടവളാ. അതുകൊണ്ട് ആരെന്ത് ചോദിച്ചാലും ആണെന്നങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. നിനക്ക് പ്രത്യേകിച്ചൊന്നും പോകുന്നില്ലല്ലോ. സമാധാനിപ്പിക്കാൻ എന്ന വണ്ണം ബാലു അവളുടെ തോളിലൊന്ന് തട്ടി. വൈശു ചിരിക്കാൻ ശ്രമിച്ചു. അടുത്ത പീരീഡിനുള്ള ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്നതും അവരുടെ ആ സംസാരം അവിടെ നിലച്ചുപോയി. ഇനി 2 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഓണാഘോഷ പരിപാടികൾക്ക്. ഇന്നാണ് ലാസ്റ്റ് പ്രാക്ടീസിൻ്റെ ദിവസം. ഡാൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ റിഹേഴ്സൽ മാത്രമേ ഇന്നുള്ളൂ. മഹാദേവൻ ഓഡിറ്റോറിയത്തിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ കണ്ടു വൈശാഖിയുടെയും കൂട്ടുകാരുടെയും ഗ്രൂപ്പ് ഡാൻസിൻ്റെ റിഹേഴ്സൽ നടക്കുന്നത്. അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോഴേ തന്നെ നോക്കിയിരിക്കുന്ന നീരജയെ അവൻ അകലെ നിന്നേ കണ്ടിരുന്നു. അവൻ ആ പെണ്ണിനോട് വെറുപ്പ് തോന്നിപ്പോയി. ഇവൾ ഒറ്റയൊരുത്തി കാരണമാണ് ഈ വക പുകിലുകളൊക്കെ ഉണ്ടായത് തന്നെ. മഹാദേവൻ പല്ലും ഞെരിച്ചു. അതുകൊണ്ട് തന്നെ നീരജ ഇരിക്കുന്ന കസേര കിടക്കുന്ന വഴിയുടെ മുൻപിലത്തെ ലൈനിൽ കിടക്കുന്ന ഒരു ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് അവനും അവരുടെ ഡാൻസ് നോക്കി കാണുവാൻ തുടങ്ങി. വൈശാഖിയാണ് നടുവിലിരിക്കുന്ന കുട്ടി. ബാക്കിയുള്ള 4 പേര് ഈ 2 ആൾക്കാരായി വൈശാഖിയുടെ ഇടതുവശവും വലതുവശവുമായി നിൽപ്പുണ്ട്. ആദ്യം എല്ലാവരുടെയും കണ്ണിലുടക്കുന്നവൾ വൈശാഖിയാണ്. ആ ടീമിൻ്റെ ലീഡർ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അവളുടെ നിപ്പ് പോലും. പാട്ടിനൊപ്പിച്ച് ചലിക്കുന്ന കണ്ണും കൈയും മെയ്യും അവളെ ഒരു നർത്തകിയെപ്പോലെ തോന്നിപ്പിക്കുന്നതായിരുന്നു. എന്തുകൊണ്ടോ എന്തോ അവളുടെ ഇടുപ്പിലും നിൽപ്പിലും ആട്ടത്തിലും മഹാദേവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. അവൻ്റെ ആ നോട്ടവും ഭാവമൊക്കെ നീരജ ഒട്ടൊരസൂയയോടെ നോക്കിയിരുന്നുവെങ്കിലും മഹാദേവനോട് എന്തെങ്കിലും സംസാരിക്കുവാൻ അവൾ ഭയപ്പെട്ടു. കുറേ അധികം നേരം അന്നത്തെ ദിവസം പ്രാക്ടീസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാം തീർന്നപ്പോഴേക്കും നേരം ഇട്ടിരുന്നു. കുട്ടികളെല്ലാവരും പോകുവാനായി തയ്യാറായി. പക്ഷെ വൈശാഖി മാത്രം തൻ്റെ ബാഗും എടുത്തുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ ഇട്ടിരിക്കുന്ന കസേരയിലേക്ക് ചെന്നിരുന്നു. എന്തുകൊണ്ടോ അവൾ അവനെ മനഃപൂർവ്വം നോക്കിയില്ല എന്നതാണ് സത്യം. വൈശാഖി, നീ വരുന്നില്ലേ? തന്നെ നോക്കാതെ ഗൗനിക്കാതെ ഇരിക്കുന്നവളോട് മഹാദേവന് ചെറിയ രീതിയിൽ ഈർഷ്യ തോന്നി. കൂട്ടത്തിൽ ദേഷ്യവും. ബാലു വരൂന്ന് പറഞ്ഞു. അവൾ കാസരയിൽ നിന്ന് എഴുന്നേറ്റ് മുഖം കുനിച്ചു നിന്നു. അച്ഛനതിന് വന്നില്ലല്ലോ. അവൻ്റെ ശബ്ദം ഗൗരവത്തിലായി. ഇടയ്ക്ക് അക്ഷമയോടെ ഓഡിറ്റോറിയത്തിൻ്റെ വാതിൽക്കലേക്കും കയ്യിൽ കെട്ടിവെച്ചിരിക്കുന്ന സ്മാർട്ട് വാച്ചിലേക്കും നോക്കുന്നുണ്ടായിരുന്നു. വരുന്നാ പറഞ്ഞേ. പെണ്ണിൻ്റെ ശബ്ദം നേർത്തുപോയി. വാ, ഞാൻ കൊണ്ടുപോവാം. പുറത്തിരുട്ട് പരക്കുന്നത് കണ്ടതും മഹാദേവൻ നിർബന്ധം പിടിച്ചു. വൈശാഖിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ അവൻ എന്തുകൊണ്ടോ മടി തോന്നിയിരുന്നു. വേണ്ട സാർ, ബാലു വരും. ആദ്യമായി അവൾ തർക്കുത്തരം പറഞ്ഞു. അതും പതിഞ്ഞ ഒച്ചയിൽ. അച്ഛൻ വന്നില്ലെങ്കിൽ ഇവിടെ തന്നെ കിടക്കാനാണോ നിന്റെ പ്ലാന്? മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരാൻ നോക്ക്. അവൻ പരിസരം മറന്ന് ഒച്ചയെടുത്തു. കുട്ടികളുടെ കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ നീരജ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോകുന്നത് കണ്ടു. അത് ഞാൻ മഹാദേവൻ എന്ന വ്യക്തിയിൽ നിന്നും എത്രത്തോളം സ്വയം അകലാൻ ശ്രമിച്ചാലും വീണ്ടും കാന്ത ഒട്ടുന്നത് പോലെ ഒട്ടേണ്ടി വരുന്നല്ലോ എന്നൊരു മാനസിക സങ്കടം വൈശാഖിയിൽ ഉണ്ടായി തുടങ്ങി. വൈശു. അപ്പോഴാണ് ബാലു അവളുടെ പേരും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നത്. ഭാസ്കരനെ കണ്ടെന്ന് വൈശാഖി നെഞ്ചിന് മുകളിൽ വലം കൈപ്പത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വാസത്തോടെ ഒന്ന് നെടുവേർപ്പെട്ടു. എന്നിട്ട് അയാളുടെ അരികിലേക്ക് വേഗത്തിൽ നടന്നു ചെന്നു. ഇപ്പോഴാ പടംവലിയുടെ പ്രാക്ടീസ് കഴിഞ്ഞത്. അയാൾ ഒരു ചിരിയോടെ വൈശു കൊച്ചിൻ്റെ തോളിന് മുകളിലൂടെ ഇടങ്കൈ ഇട്ടു. ഞാനല്ലായിരുന്നോ ഇവളെ എന്നും വന്ന് കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നത്? അല്പം ഇഷ്ടക്കേട് ദേവൻ്റെ സംസാരത്തിൽ ഒളിഞ്ഞു കിടന്നു. അതൊക്കെ ശരിയാ ദേവ, പക്ഷെ ഇനി അങ്ങനെ വേണ്ട. ഒന്നാമത് ഇവളെ വേറൊരു കണ്ണിൽ എവിടെയുള്ളവർ കാണുന്നത്. ഇനി നിൻ്റെ കൂടെയുള്ള പോക്കും വരവും കൂടി കണ്ടാൽ അത് മതി. എത്രയൊന്നും പറഞ്ഞ ഓരോരുത്തരുടെയും വായടപ്പിക്കുക. ഒരു കണ്ണിറുക്കിക്കാട്ടി ചിരിയോടെയാണ് ഭാസ്കരൻ പറഞ്ഞതെങ്കിലും മഹാദേവൻ എവിടേക്കോ അത് കൊണ്ടു. മറുപടിയൊന്നും കൊടുക്കാതെ ചെക്കൻ അവരെ ഇരുവരെയും ഉറ്റുനോക്കിക്കൊണ്ട് 1-2 നിമിഷങ്ങൾ അങ്ങനെ തന്നെ നിന്നു. നീയും വരുമല്ലേ? ഞങ്ങൾ പോയേക്കുവാ. വൈശുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ബാലു ഓഡിറ്റോറിയത്തിൻ്റെ പടികൾ ഇറങ്ങി.
മഹാദേവൻ അവരുടെ പിന്നിലായി. അപ്പോൾ ഇവരെ എങ്ങനെ ഒന്നിക്കുക എന്നൊന്നും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ പിള്ളേരെ. അതുകൊണ്ട് കഥയോടൊപ്പം തന്നെ നിങ്ങളങ്ങ് പോവുക. അപ്പം ഈ പാട്ടിൻ്റെ കമൻറ്റ് ഒന്ന് എഴുതിയിട്ടിട്ട് പോണേ. വീണ്ടും വീണ്ടും പറയുകയാണ്, വായിക്കുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.